സ്വയം കുക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കേണ്ട സമയം വന്നപ്പോൾ മുതൽ എനിക്ക് മനസ്സിലായ ഒരു വലിയ കാര്യമാണ് ചെറുപയർ പരിപ്പ് അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് കറികൾ പോലെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു കറികളും ഇല്ല. തിരക്ക് പിടിച്ച് ഓടുന്ന സമയത്ത് ഇതുപോലത്തുള്ള കറികളാക്കലാണ് പൊതുവേ നിവർത്തി. പിന്നെ വല്ല ഓഫ് ഡേയും വരണം എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കഴിക്കേണ്ട സമയം. എന്നിരുന്നാലും ഈ ചെറുപയറും പരിപ്പും അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങൊക്കെ ആക്കിയ സമയം എനിക്ക് ഭക്ഷണം കഴിക്കാൻ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ പരമാവധി അങ്ങനെയുള്ള ദിവസം ഞാൻ ഭക്ഷണം കഴിക്കാറുമില്ല. വിശപ്പ് സഹിക്കാണ്ട് വന്നാൽ ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥ വന്നാൽ ഞാൻ തന്നെ സ്വയമായിട്ട് നല്ല നല്ല മാർഗ്ഗങ്ങൾ ഉണ്ടാക്കി സ്വയം കഴിക്കാൻ നിൽക്കും. കാണുന്നവർക്ക് ഇതല്ലയോ ഇങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കും. പക്ഷേ അതിനപ്പുറം ചിന്തിച്ച് ഞാൻ ഓരോരോ രീതിയിൽ ഓരോ കാര്യങ്ങളാക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കൽ. എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ ഓരോന്നാക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കാറെന്ന് വെച്ചാൽ പണ്ട് സ്കൂളൊക്കെ വിട്ട് വരുമ്പം ഇതിലേതെങ്കിലും ഒരു കറിയാണ് വീട്ടിലുണ്ടായിരുന്നെങ്കിൽ അന്ന് അമ്മയ്ക്ക് സ്വൈര്യവും സമാധാനവും ഞങ്ങൾ കൊടുക്കില്ലായിരുന്നു. എന്നിരുന്നാലും ദിവസവും മീനോ അല്ലെങ്കിൽ ചിക്കനോ മട്ടനോ എന്തെങ്കിലുമൊക്കെ മീറ്റ് ഐറ്റംസ് വീട്ടിൽ ദിവസവും ഉണ്ടാവുമായിരുന്നു. അത് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അമ്മയാക്കുന്നേ. എന്നാലും അതിൽ ടേസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് വരെ ഇപ്പോൾ ഉപ്പില്ല എരിവില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റം കണ്ടുപിടിക്കാനേ ഞങ്ങളെപ്പോൾ നിന്നിട്ടുള്ളൂ. അത് ഞാനിപ്പോൾ നല്ല സ്മരണയോടെ ഓർക്കാറുണ്ട്. അത്യാവശ്യം കർമ്മയിൽ നല്ലോണം വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് ഇതൊക്കെ ഞാൻ ചെയ്ത കർമ്മയ്ക്ക് എനിക്കുള്ള റെസ്പോൺസായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ. നമ്മൾ ചെയ്ത ഓരോ ചെറിയ കാര്യത്തിൻ്റെ കർമ്മയും നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. നമ്മളോട് ചെയ്തവർക്കും അത് തിരിച്ചു കിട്ടും ഞാൻ നന്നായിട്ട് തന്നെ വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് ചെറുപയറായിരുന്നു കറി എന്ന് പറയുമ്പോൾ ചെറുപയറൊക്കെ നിനക്ക് ഇറങ്ങുമല്ലേ പൊന്നു എന്നുള്ള അമ്മേനെ നീട്ടിയുള്ള ചോദ്യത്തിലൂടെ എനിക്കുള്ള ഇടയ്ക്കിടയ്ക്കുള്ള കൊട്ടി എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.